എഡ് സ്പാർക്ക് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. അപ്പോൾ കുട്ടികളെ കേറ്ററ്റിന്റെ റിസൾട്ട് വന്നു. റിസൾട്ട് എല്ലാവരും അറിഞ്ഞു. അപ്പോൾ പരാജയപ്പെട്ടിട്ടുള്ള ഒത്തിരി കുട്ടികൾ മെസ്സേജ് ഇടുകയുണ്ടായിരുന്നു. സാർ, ഇനി കേറ്ററ്റ് എഴുതിയിട്ട് കാര്യമുണ്ടോ? കാരണം പല ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ മെത്തേഡുകളൊക്കെ വളരെ മാറി വരുന്നു, പ്രയാസമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇനിയും ഞങ്ങൾ എഴുതി കഴിഞ്ഞാൽ പരാജയപ്പെടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പ്രയാസവും വിഷമവും അവരുടെയൊക്കെ അറിയിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കേറ്ററ്റ് നമുക്കറിയാം, ഇനി ഒരു കേറ്ററ്റിലേക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും. അപ്പോൾ ഏത് കാറ്റഗറി ആയിക്കോട്ടെ, കാറ്റഗറി 1, 2, 3, 4 ഏതും ആയിക്കൊള്ളട്ടെ, കേറ്ററ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റാത്ത എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. അത് കേറ്ററ്റിന് എന്ന് മാത്രമല്ല, ഏത് കാര്യങ്ങളായിരുന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതൊരു കാര്യവും കേട്ടിട്ടായിരുന്നാലും PSC ആയിരുന്നാലും ഏതൊരു സംഭവവും നല്ല രസകരമായിക്കൊണ്ടും വളരെ സിസ്റ്റമാറ്റിക്കലായിക്കൊണ്ടും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാത്തിനും ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാകണം. ചുമ്മാ ഞാനൊരു കോഴ്സിന് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ കേട്ടിട്ടിന് അപ്ലൈ ചെയ്തു, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കുറച്ച് പഠിച്ചു, ഇവിടുത്തെ കുറച്ച് യൂട്യൂബ് ക്ലാസ് കണ്ടു പഠിച്ചു, അതിൽ നിന്ന് മാറി ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് എങ്കിൽ വളരെ ഈസി ആയിക്കൊണ്ട് കേട്ടിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പൊതുവെ കേറ്ററ്റിൻ്റെ വിഷയങ്ങൾ പലതും കൈകാര്യം ചെയ്യുന്നൊരു ആളെന്ന നിലക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് സ്വീകരിക്കാം, തള്ളാൻ പറ്റുന്നവർക്ക് തള്ളിക്കളയാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. കേട്ടിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 പഠന രീതികൾ അല്ലെങ്കിൽ 5 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈസി ആയിക്കൊണ്ട് കേട്ടിട്ട് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങളാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമുണ്ട്. ഒന്നാമത്തേതാണ് ഗോൾഡൻ ടോപ്പിക്. കേട്ടിട്ടിൻ്റെ ഏത് കാറ്റഗറി ആയിരുന്നാലും, ഞാൻ നേരത്തെ പറഞ്ഞു 1, 2, 3, 4 ഏതായിക്കൊള്ളട്ടെ, എല്ലാ കാറ്റഗറികൾക്കും ഒരു ഗോൾഡൻ ടോപ്പിക് ഉണ്ടാവും. എന്താണ് ഈ ഗോൾഡൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗോൾഡൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അതിൽ കൂടുതലോ പരീക്ഷാ ഭവൻ ആവർത്തിച്ചിട്ടുള്ള ചില ടോപ്പിക്കുകളുണ്ടാവും. അതിനെയാണ് ഗോൾഡൻ ടോപ്പിക് എന്നുള്ള കാറ്റഗറിയിൽ ഞാൻ പെടുന്നത്. അപ്പോൾ ഈ ഗോൾഡൻ ടോപ്പിക്കിനെ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ്: 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം, അതിൽ 2ൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക് അതിനെ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് അത് ആ ടോപ്പിക്കിന്, ഗോൾഡൻ ടോപ്പിക് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെ, ആ ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ല, ഏതിലും ഉണ്ടാകാം. ഇപ്പോൾ കേറ്ററ്റ് 1 എടുത്താലും അതിനകത്ത് EVS ഉണ്ട്, മാത്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എന്താണ്, ഇതേപോലെ തന്നെ 2ഓ അതിൽ കൂടുതലോ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് നമ്മൾ പഠിക്കാം. പ്രത്യേകിച്ച് SCERTയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാം. SCERT ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റുമായിട്ടുള്ള ഒരു ബന്ധം ഈ ടോപ്പിക്കിന് ഉണ്ടെങ്കിൽ ആ SCERT ടെക്സ്റ്റിൽ വരുന്നിട്ടുള്ള പോയിന്റ്സുകൾ കൂടി ആഡ് ചെയ്ത് കുറച്ച് ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതാണ് ഈ ഗോൾഡൻ ടോപ്പിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഏതാണ് എങ്ങനെ കണ്ടെത്തുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ പലതും നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഒന്നാമത് പറയാനുള്ളത്. അത് നന്നായിട്ട് നിങ്ങൾ പഠിക്കാം. സിലബസ് പഠിക്കേണ്ട, സിലബസ് ഒഴിവാക്കണം എന്നുള്ളതല്ല കേട്ടോ ഈ പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സിലബസ് നമ്മുടെ മുമ്പിലുണ്ട്. പല കുട്ടികളും പറയും, സർ സിലബസ് തന്നെയാണോ, സിലബസിൽ നിന്നും ചില ഭാഗങ്ങളൊന്നും ചോദിക്കുന്നില്ലല്ലോ എന്നൊക്കെ. അതൊക്കെ തോന്നലാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സിലബസ് കവർ ചെയ്യുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ സിലബസ് ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഗോൾഡൻ ടോപ്പിക്കിന് നമ്മൾ കണ്ടെത്തുവാൻ ശ്രമിക്കാം. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പഠന രീതി, ആ ഗോൾഡൻ ടോപ്പിക്കിന് നമ്മൾ എന്ത് ചെയ്യുക, കയ്യിലൊതുക്കുക. രണ്ടാമത്തേതാണ് PYQ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് PYQ ടോപ്പിക്സ് എന്ന്. പലപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്, ആൻസർ ചെയ്ത് പഠിക്കാറുണ്ട്. പക്ഷേ പല ആളുകളും ഈ PYQ ആയിട്ട് വരുന്ന ടോപ്പിക്കിനെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഒരു PYQ ആയിട്ടൊരു ചോദ്യം വന്നു എന്ന് വിചാരിക്കും, PVSL ഏതെങ്കിലും ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കും, മണ്ണിനെ കുറിച്ചൊരു ചോദ്യം വന്നു എന്ന് വിചാരിക്കും.
അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ ചോദ്യം ആ ഉത്തരവും മാത്രം കാണാപാഠം പഠിച്ചു. ഓക്കെ, പക്ഷെ അതല്ല PYQ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട്. PYQ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം വന്നിട്ടുള്ള മേഖലയുണ്ടല്ലോ, ആ ചോദ്യം വന്നിട്ടുള്ള ഭാഗം, ആ ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക. അതും നേരത്തെ പറഞ്ഞതുപോലെ SCERT ടെക്സ്റ്റ് ബുക്ക് അതിൽ നിന്ന് വന്നിട്ടുള്ള പോയിന്റുകളെ ക്രോഡീകരിച്ചുകൊണ്ട് വേണം ഈ PYQ ടോപ്പിക്സ് കൂടി നമ്മൾ പഠിക്കാൻ. ക്ലിയർ ആയോ? അടുത്ത കേട്ടിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ, സ്വന്തമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഗോൾഡൻ ടോപ്പിക്സിനെയും PYQ ടോപ്പിക്സിനെയും കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പഠിക്കാം. അപ്പൊ ഇതിനെ ശ്രദ്ധിക്കുക കേട്ടോ. PYQ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പലപ്പോഴും അനലൈസ് ചെയ്യാറുണ്ട്, ആൻസർ ചെയ്യാറുണ്ട്. ഓക്കെ, അതല്ല, അത് കൂടാതെ ആ ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അതും SCERT വന്നിട്ടുള്ള പോയിന്റുകളെ കൂടി നമ്മൾ ആഡ് ചെയ്ത് പഠിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ രണ്ടാമത്തെ കാര്യം കിട്ടിയല്ലോ, രണ്ടാമത്തെ ടെക്നിക്ക് കിട്ടിയല്ലോ. ഓക്കെ, ദെൻ അടുത്തതാണ് ന്യൂ ക്വസ്റ്റ്യൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ പറയുന്നു ക്വസ്റ്റ്യൻ മെത്തേഡുകളൊക്കെ മാറി വരുന്നു. പക്ഷെ എനിക്ക് അനലൈസ് ചെയ്യുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻ മെത്തേഡുകളൊന്നും അങ്ങനെ മാറി വരുന്നില്ല. മറ്റില്ലാന്ന് തീരെ പറയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻ അങ്ങനെ മാറി വരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു വെച്ചതിൽ നിന്നും നമ്മളിപ്പോൾ നേരെ ആയിരിക്കും കാര്യം പഠിച്ചത്, ഒരു ചോദ്യം അല്ലെങ്കിൽ ആൻസർ, ഒരു പോയിന്റ് നേരെ ആയിരിക്കും നമ്മൾ പഠിച്ചത്. പക്ഷെ പരീക്ഷ ചിലപ്പോൾ എന്ത് ഇങ്ങനെ വളഞ്ഞ് ചിന്തിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും കണ്ടുവരാറുണ്ട്. അതിപ്പോൾ PSCക്ക് എടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ന്യൂ ക്വസ്റ്റ്യൻ മെത്തേഡ്സ് അതെന്താണ്, ഇവിടെ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? നേരത്തെ വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സംഭവം, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്ക് പല രൂപത്തിലും അല്ലെങ്കിൽ ഇന്ന രൂപത്തിലൊക്കെ ഇന്ന മെത്തേഡിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു രൂപം കൂടി ഞാൻ പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. നമുക്ക് പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തെറ്റുന്നതിന്റെ ഒരു കാര്യം അതാണ്. കാരണം നമ്മളൊരു മെത്തേഡിൽ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, ഒരു പോയിന്റ് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു മെത്തേഡിൽ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ പരീക്ഷ ചോദിക്കുന്ന വേറൊരു മെത്തേഡിലാണെങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആകും. പറയാവുന്ന ആൻസർ പോലും നമുക്ക് ബബിളി തെറ്റിപ്പോകും. അങ്ങനെ ചിലർക്ക് സംഭവിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യന്റെ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കണം. ഒത്തിരി ട്രെൻഡുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ഓക്കെ, പക്ഷെ വന്നിട്ടുള്ള മാറ്റങ്ങളെ നമ്മൾ മനസ്സിലാക്കി, ഓക്കെ ഇന്ന രൂപത്തിലും വരാം, നേരിട്ട് മാത്രമല്ല ഇങ്ങനെയും ചോദിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുകയും പരിശീലിക്കുകയും വേണം. അതാണ് ന്യൂ ക്വസ്റ്റ്യൻ മെത്തേഡ്സിനെ അറിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു സംഭവവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രസകരമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠനം എന്താണ്, വളരെ രസകരമാവും. നേരെ മറിച്ചോ ഇതൊക്കെ പഠിക്കണമല്ലോ, ഇതൊക്കെ എങ്ങനെ തലയിൽ കയറും എന്നുള്ളൊരു ചിന്തയോട് കൂടിയൊക്കെ ആണെങ്കിൽ ഇതൊന്നും കയറില്ല. അപ്പോൾ ചില ടിപ്സ്, ചില ട്രിക്സ് നമ്മൾ പ്രയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും കണക്ട് ചെയ്ത്, ഇപ്പം നമ്മുടെ ലൈഫിലെ തന്നെ എന്തെങ്കിലും സംഭവങ്ങളുമായിട്ട് നമുക്ക് ഒരു ഭാഗത്തെ ഒരു ടോപ്പിക്കിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതെല്ലാത്തിലും ഓക്കെ, എല്ലാത്തിലും നമുക്ക് ചിലപ്പോൾ കോഡുകളോ കണക്ഷൻസോ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് പറ്റുന്ന ഭാഗങ്ങളൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് കോഡ് വെച്ചുകൊണ്ടൊക്കെ പഠിക്കാൻ ശ്രമിക്കും. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കോഡാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇനി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പരസ്പരം ഷെയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സും ഈ പരീക്ഷയുടെ പഠിച്ച ടോപ്പിക്കിനെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ, രസകരമാക്കുവാനുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടി വേണം. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ഗോൾഡൻ ടോപ്പിക്സ്, PYQ ടോപ്പിക്സ്, ന്യൂ ക്വസ്റ്റ്യൻ മെത്തേഡ്സ്, ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞു. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസരമുണ്ട്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 5ാമത്തെ കാര്യം പയറ്റേണ്ടത് കൂൾ ടൈം എന്ന് പറയുന്നത്. അത് ചില കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇതിൻ്റെ ആൻസർ എനിക്ക് അറിയായിരുന്നു പക്ഷെ ബബിൾ ചെയ്തപ്പോൾ മാറിപ്പോയി. ഇത് ഉറപ്പായിരുന്നു, ഞാനിത് എക്സാം ഹോളിൽ ഇത് തന്നെയാണ് ഉറപ്പിച്ചത്, പക്ഷെ ഞാൻ ബബിൾ ചെയ്തപ്പോൾ മാറിപ്പോയി. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ആ സമയത്ത് നമ്മുടെ മുമ്പിൽ എന്തെല്ലാം സ്റ്റേബിൾ അല്ലെങ്കിൽ അസ്വസ്ഥമാണ് എങ്കിൽ ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഗോൾഡൻ ടോപ്പിക്സ് പഠിച്ചു, PYQ ടോപ്പിക്സ് പഠിച്ചു, അതല്ലെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആ ഒരു മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം, എക്സാം ഹോളിലേക്ക് കൊണ്ടുവരണം. പലപ്പോഴും പുറമേ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ എക്സാം ഹോളിലേക്ക് കയറുമ്പോൾ അവർക്ക് ആകെ എന്താണ് തലയിൽ നിന്ന് പുക പോയ ഒരു അവസ്ഥയായിരിക്കുള്ളൂ, ചിലപ്പോൾ കിട്ടുന്നില്ല. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി എടുത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ തുടക്കത്തിലേക്ക് വരുന്ന ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമം, ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ തീരുമാനിക്കും, അടുപ്പിച്ചൊരു 3-4-5 ക്വസ്റ്റ്യൻസ്
കിട്ടാതെ വന്നു കഴിയുമ്പോൾ അപ്പം നമ്മൾ തീരുമാനിക്കണം ബാക്കി ഒന്നും എനിക്ക് കിട്ടില്ല എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ മെത്തേഡ് മാറി വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതൊന്നും എനിക്ക് കിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സ് എന്ത് ചെയ്യും, അസ്വസ്ഥമായി കൊണ്ടിരിക്കും. പഠിച്ച ഭാഗങ്ങൾ കൂടി നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ആത്മവിശ്വാസം, അതാണ് കൂളായിട്ടിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഇത് ഞാൻ വായിച്ചു നോക്കട്ടെ, പഠിച്ച ഭാഗങ്ങളുണ്ട്, ഒന്നുകൂടി മനസ്സിനെ റിലാക്സ് ചെയ്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ വെച്ച് ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റും, എനിക്ക് കഴിയും എന്ന് നമ്മളൊരു പോസിറ്റീവ് എനർജി മൈൻഡിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. എക്സാം കഴിയുന്നവരെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അശ്രദ്ധ വരും, ചിലപ്പോൾ ബബിൾ ഇതൊക്കെ മാറി പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിന് എപ്പോഴും പോസിറ്റീവായിട്ട് നിർത്തുക എന്നുള്ളതാണ് അത് എക്സാം ഹോളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ വരുന്ന കേറ്ററ്റിന് തീർച്ചയായും ഈ ഒരു ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാവുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു കേറ്ററ്റിന് വേണ്ടി വളരെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക. ഇനി ഇതൊന്നല്ല, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട്, പഠിക്കുന്ന ഒരു പഠന രീതി ഉണ്ട് എങ്കിൽ അത് ഫോളോ ചെയ്യുക. പക്ഷെ എപ്പോഴും നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ഓക്കെ, പതിവ് പോലെ എഡ്സ്പാർക്ക് ലേണിംഗിൽ കേറ്ററ്റ് കാറ്റഗറിയുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതും പ്രത്യേക ഓഫർ ഫീയിൽ. കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ ഡീറ്റെയിൽസിനും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഒരു കോച്ചിങ്ങും ഒരു ഇതും വേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിക്കുക. എന്തായിരുന്നാലും ക്രാക്ക് ചെയ്തെടുക്കുക. വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, നേരത്തെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. കൂടുതൽ കേറ്ററ്റ് ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.